പ്രിയമുള്ളവരെ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ ഭാവി അവസാനിച്ചു എന്നാണ് കേരളത്തിലെ ഒട്ടുമിക്ക രാഷ്ട്രീയ നിരൂപകരും കരുതിയത്. അദ്ദേഹത്തിനെതിരെ ലൈംഗിക ആരോപണം ഉണ്ടാകുന്ന ഉടനെ തന്നെ കോൺഗ്രസ് അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റുന്നു. അതിനുശേഷം നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നു. അദ്ദേഹത്തിൻ്റെ സിറ്റിംഗ് സീറ്റായ പാലക്കാട് അദ്ദേഹത്തിന് സീറ്റ് നിഷേധിക്കുന്നു. അവിടെ രമേശ് പിഷാരടിയെ കൊണ്ടു നിർത്തുന്നു. രമേശ് പിഷാരടി ഇലക്ഷനിൽ പാലക്കാട് നിന്ന് തിരഞ്ഞെടുക്കുന്നു. അതിനുശേഷം തിരഞ്ഞെടുക്കപ്പെടുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ ഭാവി അസ്തമിച്ചു എന്ന ഒരു വിലയിരുത്തൽ സോഷ്യൽ മീഡിയയിലും മറ്റും ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ സിറ്റിംഗ് സീറ്റായ പാലക്കാട് മറ്റൊരാൾ വിജയിച്ചാൽ പിന്നെ അദ്ദേഹത്തിന് അവിടെ പരിഗണിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടാകില്ല എന്ന രീതിയിലുള്ള രാഷ്ട്രീയ നിരൂപണങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. പക്ഷേ കോൺഗ്രസിൻ്റെ പുനഃസംഘടന, KPCCയുടെ അധ്യക്ഷൻ സണ്ണി ജോസഫ് സംസ്ഥാന മന്ത്രിയായതിനെ തുടർന്ന് കോൺഗ്രസിൻ്റെ പുനഃസംഘടന നടത്തുവാൻ അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വം തീരുമാനിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ ഭാവി അവസാനിച്ചു എന്ന് കരുതിയവർക്ക്, അങ്ങനെ കരുതി ആശ്വസിച്ചവർക്ക് വലിയ തിരിച്ചടിയാണ് ലഭിക്കുന്നതെന്നുള്ള രാഷ്ട്രീയ നിഗമനങ്ങളാണ് പുറത്തു വരുന്നത്. സോഷ്യൽ മീഡിയയിലും മറ്റും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വാദിക്കുന്നുണ്ട്. ഒട്ടുമിക്ക ആളുകളും പ്രതീക്ഷിച്ചതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ വിവാദങ്ങളൊക്കെ കഴിഞ്ഞ് നിയമസഭാ ഇലക്ഷൻ കഴിഞ്ഞ് അദ്ദേഹത്തിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ വിസ്മരിക്കും എന്ന ഒരു ധാരണ അത് തെറ്റാണെന്ന് തെളിയുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി അദ്ദേഹത്തെ KPCCയുടെ പുനഃസംഘടന നടക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്ത് അവരോധിക്കണം എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ നിറയുന്നു എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. എന്തായാലും രാഷ്ട്രീയ വിശകലനങ്ങളൊക്കെ വരുന്നത് അദ്ദേഹത്തിൻ്റെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ഉന്നതാധികാര സമിതികൾ, അതായത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയൊക്കെ അദ്ദേഹത്തിന് അനുകൂലമായി പ്രതികരിക്കുമെന്നാണ്. അദ്ദേഹത്തെ ഒരുപക്ഷെ KPCC പ്രസിഡന്റ് ആക്കിയില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് തന്ത്രപ്രധാനമായ ഒരു സ്ഥാനവും നേരത്തെ ഉണ്ടായിരുന്നതുപോലെ ചാനൽ ചർച്ചകളിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും ഒക്കെ ഉണ്ടാകുന്ന രീതിയിൽ കോൺഗ്രസ് തീരുമാനമെടുക്കുമെന്നാണ്. അതായത് ചാനൽ ചർച്ചകളിൽ ഇനി ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായേക്കാം. ഒരുപക്ഷെ അദ്ദേഹം KPCCയുടെ വർക്കിംഗ് പ്രസിഡൻറ്റോ അല്ലെങ്കിൽ KPCC ജനറൽ സെക്രട്ടറിയോ ഒക്കെ ആയി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കാം. ഒരുപക്ഷെ ഇനി അദ്ദേഹത്തെ പാർലമെൻ്ററി രാഷ്ട്രീയത്തിലേക്ക് ഈ അടുത്ത സമയത്തൊന്നും പരിഗണിക്കുവാൻ സാധ്യതയില്ല. ഇനിയിപ്പോൾ നിയമസഭാ ഇലക്ഷൻ, ലോക്സഭാ ഇലക്ഷൻ ഒന്നും വരുവാൻ സാധ്യതയില്ല. ഒഴിവുവരുന്ന രാജ്യസഭയിലേക്കും അദ്ദേഹത്തെ പരിഗണിക്കാൻ തരമില്ല. പക്ഷേ അദ്ദേഹത്തെ കോൺഗ്രസിൻ്റെ താക്കോൽ സ്ഥാനങ്ങളിൽ പാർട്ടി അവരോധിക്കും, അദ്ദേഹത്തിൻ്റെ കഴിവുകൾ പ്രയോജനപ്പെടുത്തും എന്ന രീതിയിലുള്ള വിശകലനങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത് അദ്ദേഹത്തിനുള്ള അണികളുടെ ഒരു പിന്തുണയാണ്. കോൺഗ്രസിൻ്റെ അണികൾ, അതായത് ബൂത്ത് പ്രസിഡൻറ്റോ മണ്ഡലം പ്രസിഡൻറ്റോ ഒന്നുമല്ലാത്ത സാധാരണ അണികൾ അദ്ദേഹത്തോടൊപ്പമാണ്. അദ്ദേഹത്തിന് വേണ്ടി അവർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ ചെയ്യുന്നുണ്ട് എന്നതും വലിയൊരു യാഥാർത്ഥ്യമായി നിൽക്കുന്നുണ്ട്. മറ്റൊന്ന്, അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ അത് കുത്തിപ്പൊക്കിക്കൊണ്ടുവന്ന സിനിമാ നടി, അവർ നേരത്തെ കോൺഗ്രസിൻ്റെ ചില നേതാക്കന്മാരുടെ ഒക്കെ സൗഹൃദം വെച്ച് പുലർത്തിയിരുന്ന ആളായിരുന്നു. പക്ഷേ ഇപ്പോൾ അവരെ അത്തരം നേതാക്കന്മാർ തങ്ങളുടെ സമീപത്ത് വരുന്നതിന് പോലും അനുവദിക്കുന്നില്ല എന്ന രീതിയിലുള്ള വിശകലനങ്ങൾ പുറത്തു വരുന്നുണ്ട്. പ്രത്യേകിച്ചും മന്ത്രിസഭാ സത്യപ്രതിജ്ഞാ ചടങ്ങിലൊക്കെ അവരുടെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു. പക്ഷേ കോൺഗ്രസിൻ്റെ സൈബർ ഇടങ്ങളിലെ അണികൾ അതിനെതിരെ പ്രതികരിച്ചു. അതിനുശേഷം അവർക്ക് അനുകൂലമായ ഒരു സമീപനം കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ സ്വീകരിക്കുന്നില്ല എന്ന രീതിയിലുള്ള രാഷ്ട്രീയ വിശകലനങ്ങളും ഒക്കെ വരികയാണ്. മറ്റൊന്ന്, കോൺഗ്രസിൻ്റെ സഖ്യസംഘടനയായ ലീഗിൻ്റെ ഒരു പിന്തുണയും രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്. നമുക്കറിയാവുന്ന പോലെ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന നേതാവ് PK ഫിറോസും രാഹുൽ മാങ്കൂട്ടത്തിലുമൊക്കെ ഒരമ്മ പെറ്റ മക്കളെപ്പോലെയാണ് ഇലക്ഷൻ രംഗത്തൊക്കെ വർക്ക് ചെയ്തതും പ്രചരണത്തിനിറങ്ങിയൊക്കെ ചെയ്തത്. അവരുടെ കൂടി ഒരു പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട് എന്ന രീതിയിലുള്ള രാഷ്ട്രീയ നിഗമനങ്ങൾ പുറത്തു വരികയാണ്. മറ്റൊന്ന്, കോൺഗ്രസിനെ ഒരുപക്ഷെ ദൃശ്യമാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രതിരോധിക്കുവാൻ കഴിയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് ആയിരിക്കും. ഇപ്പോൾ വസന്ത് സിറിയക്കൊക്കെയുള്ള നേതാക്കന്മാരുണ്ട്. ആ റേഞ്ചിൽ തന്നെ അദ്ദേഹത്തോടൊപ്പം അല്ലെങ്കിൽ അതിനേക്കാളൊക്കെ ദൃശ്യമാധ്യമങ്ങളിൽ പാർട്ടിയുടെ ശബ്ദമാകുവാൻ കഴിയുന്ന ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഒരു കാര്യം കൂടി ഇപ്പോൾ ചർച്ചയ്ക്കെടുക്കുന്നുണ്ട്. നേരത്തെ തന്നെ VD സതീശൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു പ്രസ്താവന ഉണ്ടായതാണ്. വളരെ ഹൃദയവേദനയോടുകൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടികൾ എടുത്തതെന്നാണ്. പ്രത്യേകിച്ചും VD സതീശന് മനസ്സാൽ ഇഷ്ടമുള്ള ഒരാളായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. പക്ഷേ നമുക്കറിയാവുന്ന പോലെ നിലമ്പൂരിലെ ഇലക്ഷൻ സമയത്ത് അവർ തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. പ്രത്യേകിച്ചും PV അൻവറിൻ്റെ പിന്തുണ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വിഭിന്ന അഭിപ്രായമായിരുന്നു VD സതീശൻ പ്രകടിപ്പിച്ചത്. പക്ഷേ അന്ന് രാത്രി രാഹുൽ മാങ്കൂട്ടത്തിൽ PV അൻവറെ കാണുവാൻ പോയി. അന്ന് VD സതീശൻ നിഷേധിച്ചിട്ടുണ്ടായിരുന്നു. തൻ്റെ അനുഭവത്തോടു കൂടിയല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ VD സതീശൻ PV അൻവറിനെ കാണാൻ പോയതുമെന്നുമായി ബന്ധപ്പെട്ട് അങ്ങനെ ചില അഭിപ്രായ അസ്വാരസ്യങ്ങളുണ്ടായിരുന്നെങ്കിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കഴിവിനെയൊക്കെയും
വി.ഡി. സതീശൻ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് വളരെ ഹൃദയവേദനയോട് കൂടിയാണ് കോൺഗ്രസ്സിന് തനിക്ക് ഒക്കെ ആ തീരുമാനം എടുക്കേണ്ടി വന്നതെന്ന്. ഇപ്പോൾ കെ.സി. വേണുഗോപാലും വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ ഏകാഭിപ്രായക്കാരാണ് എന്ന ഒരു രാഷ്ട്രീയ നിഗമനം വരികയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവിന് വളരെ പെട്ടെന്ന് തന്നെ സാധ്യതയുണ്ട് എന്ന രീതിയിലുള്ള വിശകലനങ്ങൾ തന്നെയാണ് വരുന്നത്. അദ്ദേഹത്തിനെതിരെയുള്ള കേസുകൾ ഒന്നും അത് തെളിവില്ലാതെ തന്നെ അവശേഷിക്കുന്നു എന്ന രീതിയിലുള്ള രാഷ്ട്രീയ നിഗമനം വരികയാണ്. പ്രത്യേകിച്ചും കോൺഗ്രസ് സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പേര് പ്രസക്തമാക്കുന്നത് ദൃശ്യമാധ്യമ ചർച്ചകൾ അദ്ദേഹത്തോട് ഏറ്റുമുട്ടുവാൻ കഴിയാതെ മിക്കപ്പോഴും കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ എതിരാളികൾ വിയർപ്പൊഴുക്കുന്നത് കണ്ടിട്ടുള്ളതാണ് നമ്മൾ. പ്രത്യേകിച്ച് യുവമോർച്ചയുടെയോ DYFIയുടെയോ ഒന്നും നേതാക്കന്മാർക്ക് അദ്ദേഹവുമായി ഒരു ഡിബേറ്റിൽ പങ്കെടുക്കുവാൻ തക്കവണ്ണം ഉള്ള ഒരു സബ്ജക്റ്റിനെക്കുറിച്ചുള്ള ഒരു അഗാധ പാടവം ഇല്ല എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു മേന്മ കൂട്ടുന്നു എന്നതും വസ്തുതയാണ്. കോൺഗ്രസിൻ്റെ ഉള്ളിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വസ്തുതയാണ്. എന്തായാലും കോൺഗ്രസിലെ എല്ലാ വിഭാഗം ഗ്രൂപ്പുകളും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി നിൽക്കുന്നു എന്ന രീതിയിലുള്ള വിശകലനങ്ങൾ വരികയാണ്. പ്രത്യേകിച്ചും അതിനേക്കാളേറെ അദ്ദേഹത്തിന് ഗ്രാസ് റൂട്ട് ലെവലിലുള്ള അണികളുടെ ഒരു പിന്തുണയുണ്ട് എന്നത് വസ്തുതയായി ചർച്ച ചെയ്യപ്പെടുന്നു എന്ന ഒരു പ്രത്യേകതയും കൂടുതലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് ഒരു പക്ഷേ പാർലമെൻ്റ് രാഷ്ട്രീയത്തിലേക്ക് തിരികെ വരുവാൻ കുറച്ച് സമയമെടുത്തേക്കാം. അടുത്ത സമയത്ത് ഇലക്ഷനൊന്നുമില്ല. പക്ഷേ അദ്ദേഹം കോൺഗ്രസിൻ്റെ പദവികൾ തിരിച്ചു വരുന്നു എന്ന ഒരു സൂചന തന്നെയാണ് ലഭിക്കുന്നത്. അദ്ദേഹം ഒരുപക്ഷേ KPCCയുടെ താക്കോൽ സ്ഥാനങ്ങളിൽ ഒന്നിൽ ഈ അടുത്തു വരുന്ന പുനഃസംഘടനയിൽ ഉണ്ടാകും എന്ന രീതിയിലുള്ള നിഗമനങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധി മടങ്ങി വന്ന ഉടനെ KPCCയുടെ പുനഃസംഘടന ഉണ്ടാകും, അദ്ദേഹം വിദേശത്തായിരുന്നു എന്ന രീതിയിലുള്ള ചർച്ചകൾ മാധ്യമങ്ങൾ ഉണ്ടായിരുന്നുണ്ട്. പക്ഷേ അതിനുശേഷം അദ്ദേഹം വന്നതിന് ശേഷം പാറ്റ സമരവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന് തിരക്ക് ഏറി. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യാപൃതരായിരുന്നു. അതുകൊണ്ടാണ് KPCCയുടെ പുനഃസംഘടന താമസിക്കുന്നത്. പക്ഷേ ഉടനെ തന്നെ ഒരുപക്ഷെ ആഴ്ചകൾക്കുള്ളിൽ തന്നെ ആ പുനഃസംഘടനയുടെ പ്രഖ്യാപനമുണ്ടാകും. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ സംസ്ഥാന കോൺഗ്രസിൻ്റെ നേതൃപദവിയിലുണ്ടാകും എന്ന രീതിയിലുള്ള വിശകലനങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഗോഡ്ഫാദറായ ഷാഫി പറമ്പിലിൻ്റെ ഒരു പിന്തുണ അദ്ദേഹത്തിനുണ്ട് എന്ന രീതിയിലും വിശകലനങ്ങൾ വരികയാണ്. അദ്ദേഹത്തിന് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയിലൊക്കെ നല്ല പിടിപാടുള്ള ഒരു വ്യക്തിത്വമാണ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ മറ്റൊരു രീതിയിൽ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരുന്നു എന്ന രാഷ്ട്രീയ വിശകലനം തന്നെയാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ജൻസി സമരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ നരേന്ദ്രമോദിയെ വിമർശിക്കുന്ന വീഡിയോകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അത് കോൺഗ്രസ് നേതൃത്വം നൽകിയ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ആ പാർട്ടിയുമായിട്ട് കൂടുതൽ ചേർന്ന് നിൽക്കുന്നതിൻ്റെ ഒരു അടയാളമായിട്ട് രാഷ്ട്രീയ നിരൂപകരൊക്കെ വിലയിരുത്തുന്നു എന്നതും യാഥാർത്ഥ്യമാണ്. എന്തായാലും സംസ്ഥാന രാഷ്ട്രീയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നതൊക്കെ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കാര്യമാണ്. ഒരുപക്ഷെ പ്രായത്തിൻ്റെ അപക്വതയിൽ അദ്ദേഹത്തിന് തെറ്റുകൾ പറ്റിയേക്കാം. പക്ഷേ അദ്ദേഹം വളരെ ക്യാപ്പബിളായിട്ടുള്ള ഒരു നേതാവായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. വളരെ പെട്ടെന്ന് കോൺഗ്രസിൻ്റെ നേതൃപദവിയിലേക്ക് എത്തി. MLA ഒക്കെ അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം കോൺഗ്രസിനെ വീണ്ടും പ്രവർത്തന മണ്ഡലത്തിൽ വളരെ കുറച്ചുകൂടി ക്യാപ്പബിളായിട്ടുള്ളൊരു നിലയിലെത്തിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങിയാണ്. മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ജയ് ഹിന്ദ്.